ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് സജിമോൾ അനിൽ, സെന്റ് മേരീസ് ജ്ഞാനായ പാരീഷ്, മെൽബണിൽ നിന്നും. ഇന്നത്തെ ചിന്താവചനം, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 51 വാക്യം. യേശുവിന്റെ സ്വർഗാരോഹണം ശിഷ്യന്മാർക്ക് ഒരു വേർപാടിന്റെ നിമിഷമായിരുന്നെങ്കിലും സഭയുടെ പ്രബോധനപ്രകാരം യേശുവിന്റെ സ്വർഗാരോഹണം ഒരു അവസാനമല്ല, അത് പ്രത്യാശയുടെ ആരംഭമാണ്. നമ്മളിൽ ഒട്ടുമിക്കവരും ഒത്തിരിയേറെ ആകുലതകളാൽ മനസ്സ് ഭാരമുള്ളതാക്കും. എന്നാൽ യേശുവിന്റെ സ്വർഗാരോഹണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്, സ്വർഗമാണ് യഥാർത്ഥ ലക്ഷ്യം. ദൈവത്തോട് ഒപ്പമുള്ള നിത്യജീവിതമാണ്. യേശു സ്വർഗത്തിലേക്ക് ഉയർന്നത് നമ്മെ ഉപേക്ഷിക്കാനല്ല, മറിച്ച് നമുക്കായി ഒരു വഴി തുറക്കാനാണ്. അവൻ പോയിടത്തേക്ക് നാമും ഒരു നാൾ പോകും. അതുകൊണ്ട് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ചെയ്യുന്ന ഓരോ നന്മകളും സ്വർഗത്തിലേക്കുള്ള ഒരു ചുവടാകുന്നു. നാം ആയിരിക്കുന്നിടത്ത് വിശ്വാസത്തിന്റെ മാതൃകയാകുക. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസങ്ങൾക്ക് ശേഷം സ്വർഗത്തിലേക്ക് ഉയർന്നു, പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്നതാണ് നാം ഓരോരോ ഞായറാഴ്ചയും വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കുന്നത്. അവൻ സ്വർഗത്തിൽ കയറി പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. ഈ ഉയർപ്പ് നമ്മെ 3 പ്രധാന സത്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്, യേശു ദൈവപുത്രനാണ് എന്ന്. അവൻ മരണത്തെ ജയിച്ചു, ഇപ്പോൾ മഹത്വത്തിൽ ജീവിക്കുന്നു. രണ്ടാമത്, യേശു നമ്മെ വിട്ടുപോയിട്ടില്ല. അവൻ സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നു. മൂന്നാമത്, അവൻ നമുക്കായി സ്ഥലമൊരുക്കാൻ പോയിരിക്കുന്നു. അതിനാൽ നമുക്കും ഒരു ദിവസം അവനോടൊപ്പം നിത്യജീവിതത്തിൽ പങ്കുചേരുവാനുള്ള പ്രത്യാശയുണ്ട്. ഭൂമിയിലെ ജീവിതം ഒരു യാത്രയാണ്. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. യേശു നമ്മുടെ മുൻപായി വഴി തുറന്നിരിക്കുന്നു. യേശു നമ്മെ ഒറ്റയ്ക്കാക്കിയിട്ടല്ല പോയത്. പരിശുദ്ധാത്മാവിനെ സഭയിലൂടെ, കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ യേശു എന്നും നമ്മോടൊപ്പമുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ശക്തിപ്പെടുത്തുന്നു. ഈ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ നമ്മുടെ ദിനചര്യകൾ തുടരാം. നമ്മുടെ കുടുംബങ്ങളിലും ജോലികളിലും സമൂഹത്തിലും നമ്മൾ ആയിരിക്കുന്നിടത്തും നമുക്ക് ക്രിസ്തുവിന് സാക്ഷികളായി ജീവിക്കാം. ആമേൻ.